ഭാര്യയെ ഒറ്റപ്പെടുത്തുക അല്ലേ, മിക്കയിടത്തും നടക്കുന്ന കാര്യം. അതായത് കുടുംബാംഗങ്ങളെല്ലാം കൂടി ചേർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ബന്ധുക്കളൊക്കെ വരുമ്പോൾ വെറുതെയെങ്കിലും ഭാര്യയെ അവരുടെ മുന്നിലൊന്ന് ചെറുതാക്കി കാണിക്കുക, അല്ലെങ്കിൽ അവരുടെ ഭാര്യയുടെ വീട്ടിലുള്ള ആളുകളെ ഒന്ന് ചെറുതാക്കി കാണിക്കുക. ഇത് മിക്ക പുരുഷന്മാരുടെ ഒരു ഹോബിയാണ്. അതായത് തൻ്റെ ഭാര്യയുടെ കുറവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുക. അപ്പോൾ എന്തോ ഒരു സുഖമായിരിക്കും അവർക്ക് കിട്ടുക എന്നറിയില്ല. അങ്ങനെ ചെയ്യുന്നവരോട് പറയാനുള്ളത് അത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇല്ലേ. തിരിച്ച് സ്വന്തം ഭർത്താവിനെ അങ്ങനെ ആളുകളുടെ മുന്നിൽ ചെറുതാക്കുന്നെങ്കിൽ അതും തെറ്റ് തന്നെയാണ്. ഇപ്പോൾ ഒരാൾ ഇല്ലാത്തപ്പോൾ അവരെ കുറ്റം പറയുന്നതും ഒരാളെ ഇരുത്തിക്കൊണ്ട് അയാളെ കുറ്റം പറയുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം ആരെയാണോ കുറ്റം പറയുന്നത് അയാളെ കേൾക്കുകയും ചെയ്യുന്ന ഒരു ഭാഗത്ത് കേൾക്കുന്നില്ല എന്നുള്ളത്, ഒരു ഭാഗത്ത് അയാൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരാളെ കുറ്റം പറയുമ്പോൾ ആ കേൾക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിച്ച് നോക്കും. ഇതെന്തിനാണ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞോ, എന്നെ എന്തിനിങ്ങനെ കുറ്റപ്പെടുന്നു, അല്ല എൻ്റെ വീട്ടുകാരെ എന്തിനു കുറ്റപ്പെടുത്തുന്നു, എന്ത് കിട്ടുന്നു? ഒരു പക്ഷേ ഭർത്താവിനെന്താ ചെറിയൊരു വിളിക്കാനോ അല്ലെങ്കിൽ വന്നവരെ ഒന്ന് സന്തോഷിപ്പിക്കാനോ ഒക്കെ ആയിരിക്കാം. കാരണം കുറ്റം പറയുക എന്ന് പറയുന്നത് കേൾക്കുന്നതൊക്കെ ഒരു രസമുള്ള ആളുകളുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു രസം എന്ന് വിചാരിച്ച് ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഇതൊന്നും ആയിരിക്കില്ല, ചുമ്മാ ഒരു തമാശയ്ക്കായിരിക്കാം പറയുന്നത്. എന്ത് തമാശയുടെ പേരിലായാലും ഒരിക്കലും ഭാര്യയെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരെ ഇരുത്തിക്കൊണ്ട് ഒരിക്കലും അനാവശ്യമായ വർത്തമാനങ്ങൾ ഒഴിവാക്കുക. കാരണം വന്നവർ പോവും, പക്ഷേ നിങ്ങൾക്കൊപ്പം താമസിക്കേണ്ട നിങ്ങളെ പങ്കാളി അയാളുടെ മനസ്സിനേറ്റ മുറിവ് തമാശയാണ്. അപ്പോൾ അയാൾ ചിരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഉള്ളിൽ അത് കൊണ്ടിട്ടുണ്ട്, അവരുടെ മനസ്സിന് മുറിവേറ്റിട്ടുണ്ട്. അതിനൊരു മാറ്റവുമില്ല. അപ്പോൾ നമ്മൾ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കുറ്റപ്പെടുത്തൽ ഒഴിവാക്കുക. കാരണം പിന്നീട് അവരുടെ മനസ്സിലത് കിടന്ന് എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ഒരു വേദന അവരുടെ ഉള്ളിൽ അവശേഷിക്കും. നമ്മളാരും തന്നെ പൂർണ്ണരല്ല, എല്ലാ കഴിവുകളും തികഞ്ഞ ആളല്ല. അതെ, ഇപ്പോൾ ഒരു വീടിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിലും അവരുടെ ഭാഗത്തും കാണും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ അല്ലേ. പോരായ്മകൾ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ജീവിതം? അപ്പം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മുന്നിൽ നിൽക്കുന്നത്. കാരണം ഭാര്യയും ഭർത്താവുമാണ്. അപ്പം അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നവരുണ്ട്. അതായിക്കൊള്ളട്ടെ, തൻ്റെ കുടുംബമാണ് ഭാര്യ, ഭർത്താവ്, തൻ്റെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബമാണ്. കുടുംബത്തിന് വേണ്ടി കുറേ വിട്ടുവീഴ്ചകൾ എല്ലാവർക്കും ചെയ്യാം, ഭാര്യയ്ക്കും ചെയ്യാം, ഭർത്താവിനും ചെയ്യാം. അതിനപ്പുറത്തേക്കുള്ള മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കി നിർത്തേണ്ടതാണ്. അത് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ മനസ്സിനെയും സന്തോഷമുള്ളതാക്കി മാറ്റും.